ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വർക്കിംഗ് ടൈമിനെ കുറിച്ച് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. 7:30 ടു 2 അല്ലെങ്കിൽ 7:30 ടു 2:30 ആയിരിക്കും മെയിൻലി ഇവിടെ സ്കൂളുകളുടെ ടൈമിംഗ്. അപ്പോൾ 7:30ക്ക് നമ്മൾ സ്കൂളിലെത്തണം. അപ്പോൾ അതിന് മുന്നേ ഒരു 6-6:30 ആയിരിക്കും നമ്മുടെ പിക്കപ്പ് ടൈം. പിന്നെ ഡ്രോപ്പ് ഓഫ് 2:30 2 വരെ ആണെങ്കിലും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു 3-3:30 ഒക്കെ ആവും. അങ്ങനത്തെ സ്കൂൾ ടൈമിംഗ് ഉള്ളത്. ഇത് വേരി ചെയ്യാം കേട്ടോ, ഓരോ സ്കൂൾ അനുസരിച്ച് ഇത് വേരി ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഒരു ടീച്ചറിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേ ബാക്ക് എന്നുള്ളൊരു ഇതുണ്ട്. സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ വർക്കിന് വേണ്ടിയിട്ട് ചില സ്കൂൾസ് ചില ഡേ പിക്ക് ചെയ്ത് നമ്മളൊരു സ്റ്റേ ബാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ കുട്ടികൾ പോകും, പക്ഷെ നമ്മൾ മാത്രം സ്റ്റേ ബാക്ക് ചെയ്തിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എത്തുമ്പോൾ 5 o'clock 5:30 ഒക്കെ ആവും ആ പർട്ടിക്കുലർ ഡേ. പക്ഷെ എന്നും ഇല്ല, അത് വല്ലപ്പോഴും എന്തെങ്കിലും എമർജൻസി ഉള്ള സമയത്താണ് അത് വരിക. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, ചെറിയ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യാൻ പാടാണോ ടീച്ചർ എന്നുള്ളത്. ഈ ചെറിയ കുട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ജോലിയും ഇവിടെ പാട് തന്നെയാണ്. കാരണം ടീച്ചർ മാത്രമല്ല, കാരണം ഇവിടുത്തെ വർക്ക് ടൈമിംഗ് നമ്മുടെ നാട്ടിലെ പോലെയല്ല. 7:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഏർലി നമ്മുടെ ചൈൽഡിനെ എവിടെയെങ്കിലും നമ്മൾ ഡേ കെയറിലോ നഴ്സറിയിലോ അല്ലെങ്കിൽ ഏൽപ്പിച്ചിട്ട് പോകേണ്ട ഒരു ഇതുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ എൻ്റെ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്നില്ല. കാരണം നമുക്ക് ഡേ കെയറിനും നഴ്സറിയിലേക്കും അങ്ങനെ സെപ്പറേറ്റ് ഒരു ഫീസ് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ജോലിക്ക് പോകാൻ. അപ്പോൾ അത്രയും ഒരു ഇൻകം നമുക്ക് ഇല്ലെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടികൾ ചെറുതാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അഥവാ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരാളെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ ഓക്കെ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഉള്ള ഒരു ചെറിയ കുട്ടികളുള്ള ഒരു ഹൗസ് ഹെൽപ്പിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പറ്റില്ല എന്നല്ല, പക്ഷെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം കാരണം നമുക്ക് ആഫ്റ്റർ സ്കൂളാണെങ്കിൽ നമ്മൾ വീട്ടിലെ ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാനൊരു വീഡിയോയിൽ എന്നെ ഡേ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ടൈം മാനേജ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരു വീഡിയോ ഇടാം. പക്ഷേ ഇതാണ് പ്രോബ്ലം. ടൈമിംഗ് ഇങ്ങനെ ആയതുകൊണ്ട് കുട്ടികളെ കൊണ്ട് വന്നാൽ കുറച്ച് പാടായിരിക്കും. പക്ഷേ കുട്ടികളെ വെച്ച് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഹൗസ് ഹെൽപ്പ് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ വലുതാണെങ്കിൽ നമുക്ക് ഡേ കെയറിലോ നഴ്സറിയിലോ ആക്കിയിട്ട് നമുക്ക് പോകാവുന്ന ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. പക്ഷേ തീരെ ചെറുത് 2 months 3 months ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ ആരെങ്കിലും വേണം. കാരണം നമ്മുടെ വർക്ക് ടൈമും പിന്നെ ആഫ്റ്റർ സ്കൂൾ നമുക്ക് വർക്കുകളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ള പ്രശ്നമുള്ളതുകൊണ്ട് അതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചതിനുള്ള ഉത്തരമായി എന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇനി വരുന്ന വീഡിയോയിൽ ഒരു ദിവസത്തെ ടൈമിങ്ങും എങ്ങനെയാണോ ഞാൻ ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും.